ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചല്ലേ? ആക്രമിച്ചു. വലിയ രൂക്ഷമായ ആക്രമണം ടെഹ്റാനിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, പലയിടത്തു നിന്നും പുകയുരുന്നുണ്ട്. അങ്ങനെ അതിരൂക്ഷമായ ആക്രമണം, സംയുക്തമായ ആക്രമണം ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിയിരിക്കുന്നു. ലോകം മുഴുവൻ ഭീതിയോടുകൂടി നോക്കി കണ്ടിരുന്ന കാര്യമാണ്. എപ്പോഴാണ് യുദ്ധം ഉണ്ടാവുക എന്നൊരു ഭീതി ഉണ്ടായിരുന്നു. കാരണം ഈ യുദ്ധത്തിൻ്റെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഇന്ത്യയെ അടക്കം, നമ്മളെ അടക്കം ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏതായാലും ഈ യുദ്ധം തുടങ്ങിയിരിക്കുന്നു, അതിരൂക്ഷമായ ഘട്ടത്തിലേക്ക് നീങ്ങാൻ പോകുന്നു. ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കവെയാണ്, ഇല്ലെങ്കിൽ ചർച്ചകളുടെ പൂർത്തീകരണത്തിന് മുൻപാണ് എന്ന് നമുക്കതിന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം ഇത് ഒരു മുൻകൂർ ആക്രമണമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇതൊരു മുൻകൂർ ആക്രമണമാണ്. അതായത് ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്ന ഭീഷണികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആക്രമണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആക്രമണം ഞങ്ങൾ തുടങ്ങി വെക്കുന്നു, പ്രതിരോധത്തിൻ്റെ പേരിൽ ഞങ്ങൾ ഇതാ തുടങ്ങി വെക്കുന്നു, ഇനി ഇറാൻ അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇറാനെ തകർത്ത് തരിപ്പണമാക്കുക എന്ന രീതിയിലായിരിക്കും പോകുന്നത്. പാസ്റ്റർ സ്ട്രീറ്റ്, സെയ്ദ് ഖന്താൻ തുടങ്ങിയ മേഖലയിലൊക്കെ ആക്രമണം നടത്തി. യൂണിവേഴ്സിറ്റി സ്ട്രീറ്റിൽ ബോംബുകൾ വന്ന് വീണിട്ടുണ്ട്. ബോംബുകൾ എന്ന് പറഞ്ഞാൽ മിസൈലുകളാണ് വന്ന് വീണ് വലിയ സ്ഫോടന ശബ്ദം കേട്ടിട്ടുണ്ട്. ഏതായാലും പ്രദേശം മുഴുവനും ഈ ആയത്തുള്ള അലി ഖമനയുടെ ഓഫീസിന് സമീപമുള്ള പ്രദേശങ്ങൾ മുഴുവനാണെന്ന് പറയുന്നത്. അതായത് ഖമനയാണ് ലക്ഷ്യം, ഖമനയും നേതൃമാറ്റവുമാണ് അവർക്ക് വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഷായുടെ ഭരണം തിരിച്ചു കൊണ്ടുവരാമെന്ന്, അമേരിക്കയുടെ നിയന്ത്രണത്തിലേക്ക് ഇറാൻ മാറുക എന്നുള്ള അമേരിക്കയുടെ ലക്ഷ്യം ആത്യന്തികമായിട്ട് അവിടുത്തെ എണ്ണയാണെങ്കിൽ ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ഭീഷണി രാഷ്ട്രത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഖമനിയെ കൊല്ലപ്പെടണം. അതുകൊണ്ട് തന്നെയാണ് ഖമനിയുടെ ഓഫീസ് പരിസരത്തേക്ക് ബോംബ് ആക്രമണം ഇല്ലെങ്കിൽ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖമനി ഏത് നിമിഷവും രാജ്യം വിടും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഖമനി ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. തലസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും ബങ്കറിലേക്ക് ചിലപ്പോൾ മാറ്റിയിട്ടുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഖമനി അത് കഴിഞ്ഞാൽ നേരെ രക്ഷപ്പെടാൻ സാധ്യതയുള്ളത് റഷ്യയിലേക്കാണ്. റഷ്യയാണ് ഖമനിക്ക് ഒരു സേഫ് പ്ലേസ് ആയിട്ട് ഉള്ളത്. അപ്പോൾ അവിടേക്ക് ഖമനി പോകുമോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എന്തായാലും ഖമനിയെ ഓഫീസിൽ നിന്ന് ഈ പറയുന്ന ടെഹ്റാൻ്റെ പ്രധാനപ്പെട്ട തലസ്ഥാന മേഖലകളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഏതായാലും സംയുക്ത സൈനിക നീക്കം അതിരൂക്ഷമായി തന്നെയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇറാനിലേക്ക് നടന്നിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാം, 2 പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകൾ ഇറാൻ തീരത്തുണ്ട് അമേരിക്കയുടെ. അവിടെ നിന്നുകൂടി ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞാൽ സംഗതി മാറും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പറയുന്നത് പോലെ ഈ ശനിയാഴ്ച രാവിലെ 8 മണിയോടുകൂടി ഇസ്രായേലിൽ സൈറൺ മുഴങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഇസ്രായേലിലുള്ള ആളുകൾക്ക് ഏതാണ്ട് ധാരണയുണ്ട്. ഈ സൈറൺ മുഴങ്ങുമ്പോൾ തന്നെ അവർക്കറിയാമല്ലോ, അവർ വളരെ നാളുകളായിട്ട് ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു പോന്നിട്ടുള്ളവരാണ്. അതിനുശേഷമാണ് ഇസ്രായേലിലേക്കുള്ള ആക്രമണം തുടങ്ങിയിട്ടുള്ളത്. മാത്രമല്ല, ഇസ്രായേൽ ഏത് സമയത്ത് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളതും വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറാൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഇറാൻ പ്രതികരിക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിന് നേർക്കുള്ള അടുത്ത ആക്രമണം അങ്ങനെ ആയിരിക്കും. ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇറാന്റെ കയ്യിൽ ഏതൊക്കെ മിസൈൽ ഉണ്ടോ എന്ന് അറിയില്ല. ചൈന കൊടുത്ത മിസൈൽ ഉണ്ടോ? ചൈന കൊടുത്ത മിസൈൽ ഉണ്ടെങ്കിൽ ചൈന കൊടുത്ത മിസൈലുകളുടെ പ്രശ്നങ്ങൾ നമുക്കറിയാം. അതിനെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അയൺ ഡോമിനേക്കാൾ ശക്തമാണ് ഇന്ത്യയുടെ സുദർശന ചക്ര എന്നുള്ളത്. പക്ഷെ അതല്ല പ്രശ്നം. ഇറാന്റെ കയ്യിൽ റഷ്യൻ മിസൈലുണ്ടോ? റഷ്യൻ മിസൈൽ ഉണ്ടെങ്കിൽ അത് ഇസ്രായേലിന് അങ്ങനെ പിടിച്ചു വയ്ക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇസ്രായേലിൻ്റെ അയൺ ഡോമിന് പാളിച്ചകളുണ്ട്, അത് പൂർണ്ണമായിട്ടും സുരക്ഷിതമല്ല എന്നുള്ളതെല്ലാം വന്നു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ റഷ്യൻ മിസൈൽ വെച്ച് ഇറാൻ അടിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന് താങ്ങാൻ കഴിയില്ല. ഇസ്രായേൽ അല്ലെങ്കിൽ തന്നെ ഇറാൻ്റെ ആക്രമണത്തിൽ വലിയ തകർച്ച നേരിട്ടതാണ് കഴിഞ്ഞ യുദ്ധത്തിൽ. ഈ 12 ഡേ വാർ എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് സ്ഥലത്ത് ഇസ്രായേലിന് പരിക്ക് പറ്റിയിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്ത് മുറിവേറ്റിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇസ്രായേലിൽ അത്ര സുരക്ഷിതമൊന്നുമല്ല കാര്യങ്ങൾ എന്നുള്ളതാണ്. അവിടെ ഈ പറയുന്ന പോലെ റഷ്യയുടെ മിസൈൽ ഉണ്ടെങ്കിൽ സംഗതി കൈവിട്ടു പോകും. അങ്ങനെയാണെങ്കിൽ അത് മാത്രവുമല്ല, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട നീക്കം നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തായ്വാൻ ലക്ഷ്യമിട്ട് ചൈനീസ് കപ്പലുകൾ നീങ്ങുന്നുണ്ട് ഇതിനിടയിൽ. അതായത് അമേരിക്ക ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ചൈന തായ്വാനെ ആക്രമിക്കും. തായ്വാനെ ആക്രമിച്ചാൽ അമേരിക്കയ്ക്ക് അവിടെ ഇടപെടാതിരിക്കാൻ കഴിയില്ല. ശ്രദ്ധ മാറും. അതെ. അപ്പം ഇറാൻ ഒരേ സമയം 2 യുദ്ധമുഖം തുറക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എങ്കിൽ ഈ പറയുന്ന ഇറാൻ്റെ യുദ്ധവും നോക്കേണ്ടി വരും, അമേരിക്കയ്ക്ക് തായ്വാനെ നോക്കേണ്ടി വരും. അപ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ട് ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള അടുത്ത യുദ്ധം ആരംഭിക്കും. അത് ആരംഭിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് പിന്നെ നിൽക്കാൻ കഴിയില്ല. അമേരിക്ക ഒരു യുദ്ധത്തിൽ കുരുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ചൈനയ്ക്കും റഷ്യയ്ക്കും ഉണ്ട്. കാരണം റഷ്യ ഓൾറെഡി ഒരു യുദ്ധത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്, ഉക്രൈൻ യുദ്ധത്തിൽ. അതുപോലെ അമേരിക്കയെ കുടിക്കിയാൽ മാത്രമേ ശരിയാവുള്ളൂ, കാര്യങ്ങൾ ബാലൻസ് ആവണ്ടേ.
അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറാനിൽ ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഇസ്രയേലിൻ്റെ ആവശ്യം നടത്തി കൊടുക്കേണ്ടി വരുമ്പോൾ ബലിയാടാവുന്ന അമേരിക്കയാണ്. ട്രംപ് ഒരുങ്ങും. ട്രംപിന് ഈ പറയുന്ന യുദ്ധം അവസാനിപ്പിക്കുക, ഡീൽ ഉണ്ടാക്കുക എന്ന് പറയുന്ന വലിയ താല്പര്യത്തിലാണ് നിന്നത്. കാരണം മിഡ് ടൈം ഇലക്ഷനും കൂടി വരികയാണ്. അപ്പോൾ അധികാരത്തിൽ തുടരണമെന്നുണ്ടെങ്കിൽ യുദ്ധം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് യാതൊരു താല്പര്യം ഉണ്ടാവില്ല യുദ്ധം ഇപ്പൊ നടത്താൻ. പ്രിയം പറയുന്നത് പോലെ ഇവർ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണ്. അതൊരു മഹായുദ്ധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അതെ, കൂടി ഉണ്ടാവും. അതിഭീകരമാണ്. അതാണ് ഭീതിയാണ് എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. അതായത് ചൈനയുടെയും റഷ്യയുടെയും അന്തർവാഹിനികൾ കിടപ്പുണ്ട്. ചൈനയുടെയും റഷ്യയുടെയും അന്തർവാഹിനികൾ കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർ പ്രതിരോധിക്കും. ഇറാന് വേണ്ടിയിട്ട് അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ്. അതെ. ഇറാന് സമീപമായിട്ട് അമേരിക്കയുടെ പടക്കപ്പലുകൾ കിടക്കുന്നു, നേരെ തിരിച്ചപ്പുറത്ത് ഈ പടക്കപ്പലുകളും കിടക്കുകയാണ്. അപ്പൊ രണ്ട് രാജ്യങ്ങളുടെയും അതാണ് റഷ്യ എൻഗേജ് ചെയ്യാം. റഷ്യ യുദ്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കളി മാറും. അങ്ങനെയാണെങ്കിൽ അമേരിക്കൻ തീരത്തോട് ചേർന്ന് നിരവധി സ്ഥലങ്ങളിൽ റഷ്യയുടെ അന്തർവാഹിനികളുണ്ട്. ഈ അന്തർവാഹിനികൾ ഈ പറയുന്ന സബ്മറൈനുകളിൽ നിന്ന് അമേരിക്കയുടെ മെയിൻ ലാൻഡിലേക്ക് ആക്രമണം നടക്കും. ഇന്നേ വരെ അമേരിക്കയുടെ മെയിൻ ലാൻഡിൽ ഒരു യുദ്ധം നടന്നിട്ടില്ല എന്നുള്ളതാണ്. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഒരു യുദ്ധം അവിടെ സംഭവിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചൈനയും റഷ്യയും ഇടപെട്ട് കഴിഞ്ഞാൽ ഇത് ഗുരുതരമായിട്ടുള്ള പ്രശ്നമാകും. മേഖലയിൽ സംഘർഷം രൂക്ഷമാകും. സ്വാഭാവികമായിട്ടും ആ അവസരം മുതലെടുത്ത് പാകിസ്ഥാൻ ഇന്ത്യയോട് ചൊറിയാനുള്ള സാധ്യത വരെയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഒരു കൂട്ടയുദ്ധമായിട്ട് മാറും. മൂന്നാം ലോക യുദ്ധത്തിന്റെ കാര്യത്തിലേക്കൊക്കെ പോകാനുള്ള അവസ്ഥയുണ്ട്. കാരണം മുമ്പ് വേൾഡ് വാർ നടക്കുമ്പോൾ മഹായുദ്ധം എന്നാണല്ലോ ഇപ്പൊ പറഞ്ഞ പോലെ ലോക മഹായുദ്ധം എന്ന് പറയുന്നത്. പണ്ട് മഹായുദ്ധമായിരുന്നത് അവർക്കാണ്, അമേരിക്കയ്ക്കും ഈ പറയുന്ന നമുക്കത്ര ഗ്രേറ്റ് വാറൊന്നും അല്ലായിരുന്നു. നമ്മളെ ആൾക്കാർ പോയി മരിക്കുകയാണ് ചെയ്തത്. നമുക്കതിൽ നിന്ന് ഒരു ഗുണവും ഉണ്ടായിട്ടുമില്ല. പക്ഷേ ഇനിയുള്ള യുദ്ധത്തിൽ നിന്ന് മഹായുദ്ധങ്ങൾ ആയിട്ട് തന്നെ വരുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ ഇന്ത്യക്കാവില്ല. ഇന്ത്യയും അതിൻ്റെ ഭാഗമാകേണ്ടി വരും. ഇത് പ്രശ്നമെന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം ഇത് രൂക്ഷമായി. ഇപ്പോൾ ഒരു ആക്രമണം നടത്തി അതിലവിടെ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഇത് ചൊറിഞ്ഞതാണ്. ഇസ്രയേൽ അങ്ങോട്ട് കയറിയതും ചൊറിഞ്ഞതാണ്. അപ്പോൾ തിരിച്ചടിക്കും അവർ. അപ്പോഴാണ് ഏറ്റവും രൂക്ഷമായിട്ട് ആക്രമിക്കാൻ പോകുന്നത്. അമേരിക്കയും ഇടപെട്ടു, ട്രംപ് പറയുന്നുണ്ട്. ഇത് തുടക്കം മാത്രമാണ്. ഇനി ഇറാൻ തിരിച്ചടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ പേരിൽ കൂടുതൽ ആക്രമണം നടത്തും. അതാണ് ലക്ഷ്യം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ രൂക്ഷമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കപ്പെടുകയാണെങ്കിൽ ഈ ഹോർമോസ് കടലിടുക്കിൽ കൂടെ വരുന്ന ടാങ്കറുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയാൽ എന്ത് ചെയ്യും? എങ്കിൽ തീർന്നു. ഹോർമോസ് കടലിടുക്ക് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്രോളിൻ്റെ വില പോലും പിടിച്ചാൽ കിട്ടില്ല. പെട്രോളിന് നമ്മൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത വിലയിലേക്ക് ഇത് ഉയരും. സ്വർണത്തിൻ്റെ വില ഉയർന്നതില്ല. നമ്മൾ പ്രതീക്ഷിച്ചോ 1,00,000 മേലെയൊക്കെ സ്വർണത്തിൻ്റെ വില പോകുമെന്ന്? ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അതെ, അങ്ങനെ നിൽക്കുന്ന സ്വർണം എന്ന് പറയുന്നത് ഭയങ്കര വിലയുള്ള ഒരു വസ്തുവായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ ആ സ്വർണത്തിൻ്റെ വില പോലെ പെട്രോളിൻ്റെ വില മാറില്ല എന്ന് എന്തുറപ്പാണുള്ളത്? സ്വാഭാവികമായി അത് മാറുക. ലിറ്ററിന് 1000 ആയാൽ അതിശയിക്കാനുണ്ടോ? അതുപോലും സംഭവിച്ചേക്കാം. ഈ യുദ്ധം രൂക്ഷമായി. യുദ്ധം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഇത് എന്ന് പറയുന്നത് ഇറാന്റെ പ്രധാനപ്പെട്ട ഒരു തുറുപ്പ് ചീട്ടാണ്. അതെ, അവരുടെ കയ്യിൽ ഇരിക്കുന്നതാണ്. അവിടെ ആക്രമണം നടത്തി കഴിഞ്ഞാൽ തീർന്നു. അവിടെ ഒരു 2-3 ടാങ്കറുകൾ കൊണ്ട് മുക്കിയാൽ തന്നെ ഈ പറയുന്ന കടലിടുക്ക് അടയും. അതിലെ കൂടെയുള്ള ട്രാഫിക് ബുദ്ധിമുട്ടാവും. അത് നടക്കില്ല പിന്നെ. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നം, ഗുരുതരമായ പ്രശ്നം അവിടെ സംഭവിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന മേഖലയിൽ ഈ യുദ്ധം ഉണ്ടാകുന്ന ഒട്ടും അഭികാമ്യമല്ല എന്ന് പറയുന്നത്. പക്ഷേ ആ യുദ്ധത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിഗുരുതരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു. ഖമനി വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനിടയ്ക്ക് അവരുടെ കയ്യിലുള്ള എന്തൊക്കെയുണ്ടോ അവരെല്ലാം എടുത്ത് പ്രയോഗിക്കും. അത് ലോകത്തെ വളരെ ഗുരുതരമായി തന്നെ ബാധിക്കും. മോദി പോലും മടങ്ങാൻ കാത്തു നിൽക്കാതെയാണ് ആക്രമണം നടത്തിയെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും അതിഗുരുതരം എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് ലോകക്രമം മാറിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയും ഇസ്രയേലും തുടങ്ങി വയ്ക്കുന്ന ഈ അപകടക്കളി അതിവിനാശത്തിലേക്കാണ് കൊണ്ടെത്തിക്കാൻ പോകുന്നത്. റഷ്യയും ചൈനയും ഇടപെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗതി മാറുന്നു. തായ്വാനിൽ ആക്രമണം നടന്നാൽ ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇത് ഈ പറയുന്ന തെക്കൻ പൂർവ്വ പടിഞ്ഞാറൻ ഏഷ്യയിലേക്ക് ഗുരുതരമായി ബാധിക്കുന്ന ഒരു യുദ്ധമായിട്ട് മാറുമെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന പടിഞ്ഞാറൻ യൂറോപ്പ് നിൽക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഈ തെക്കൻ ഏഷ്യയും ഈസ്റ്റ് ഏഷ്യയും കിഴക്കൻ ഏഷ്യയും പടിഞ്ഞാറൻ ഏഷ്യയും മാറാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പിടിച്ചാൽ കിട്ടുന്ന കാര്യമാകില്ല. വലിയ അപകടത്തിൻ്റെ സാധ്യതകളാണ് ഈ കാണുന്നത്. മുന്നിൽ എന്തായാലും യുദ്ധം, അതിൻ്റെ ഓരോ നിമിഷവും അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഈ പറയുന്ന സമയത്തും പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഇറാൻ തിരിച്ചടിക്കുമെന്നതിൽ നമുക്ക് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളുടെ ചിത്രം വ്യക്തമാവുള്ളൂ. ആക്രമണം ഫുൾ ഫ്ലഡ്ജ്ഡ് വാറിലേക്ക്, ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ
സാഹചര്യം ഗുരുതരമാകും. നമ്മുടെ ചുറ്റുപാടുകൾ ഇരിക്കുന്ന നമ്മൾ അന്തരീക്ഷം വിചാരിച്ചിടത്തൊന്നും നിൽക്കില്ല. നിൽക്കില്ല. ഇത് അതിഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.